ഹലോ, അപ്പോൾ നമുക്കിന്നൊരു പിസ്സ റെസിപ്പി ട്രൈ ചെയ്താലോ? അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ വൈകുന്നേരം എന്താ ആക്കുകയെന്ന് നോക്കിയിട്ട് ആക്കുന്ന സമയത്ത് തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്, സിമ്പിളായിട്ടുള്ള ഒരു പിസ്സ. നിങ്ങളൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും ബ്രെഡ് പിസ്സ. അപ്പോൾ നമുക്ക് എത്രയും വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ബ്രെഡ് പിസ്സ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ഉള്ളിയുടെ നേരെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളി പച്ചക്ക് കഴിക്കുന്നതിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഉള്ളി പച്ചക്ക് കഴിക്കാൻ പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ അത് റെഡിയായി. ഇനി നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ആണ്. ട്രേ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പാനിൽ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം, വെളിച്ചെണ്ണയല്ലേ, ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളെ ബ്രെഡ് പീസ്, ഞാനിപ്പോൾ 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സി പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവ് മാറും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇട്ടതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മേലേക്ക് ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ വേറെ ഉപ്പൊന്നും ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നില്ലല്ലോ, ഉള്ളിയിലിട്ട ഉപ്പേ ഉണ്ടാവും. അപ്പോൾ ഈ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാനിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ മേലെ മൊത്തമായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് കവർ ചെയ്യണമെന്നില്ല, മുട്ടയല്ലേ, അതിൻ്റെ അടിയിലേക്കൂടെ ഒലിച്ചിട്ട് എല്ലായിടത്തും ആയിക്കോളും. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലായിടത്തൊന്ന് പ്രസ് ചെയ്ത് ബ്രെഡ് ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക. പിസ്സ സോസ് അല്ല, നോർമലായിട്ടുള്ള ടൊമാറ്റോ സോസ്. അപ്പോൾ ഇനി അതും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് ചില്ലി ഫ്ലേക്സിലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് മുളക് പൊടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമ്മൾ ഉപ്പൊക്കെ ഇടില്ല, അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് വേണ്ട, എരിവ് കൂടിപ്പോവും. ഇനി എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സോസിൽ ഇത് മിക്സ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ഇനി അതിൻ്റെ മേലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയുടെ ഇതില്ലേ, അത് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ആ വാട്ടിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ കുറച്ച് തക്കാളിയുടെ പീസും അതുപോലെ തന്നെ കുറച്ച് ചീസും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം 2-3 ചീസിൻ്റെ കഷ്ണമൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെയായിട്ടാണ് ഞാൻ തക്കാളിയുടെ പീസും കുറച്ച് പച്ചമുളക്, ക്യാപ്സിക്കം ഇല്ലയെന്ന് വെച്ച് പേടിക്കണ്ട, കുറച്ച് പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടല്ലേ അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ബാക്കിയുള്ള ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ട്, ചീസ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ചീസ് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിസ്സ എന്ന് വെച്ചാൽ പിസ്സയുടെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലി ഈ ട്രേ നേരെയായിട്ട്, അതായത് ഈ തവ നേരെയായിട്ട് ഗ്യാസിലേക്ക് വെക്കുകയാണ്. അടിയിൽ പാത്രമൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ എത്ര പെട്ടെന്നാണെന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്, ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആയിട്ട് വരുന്നത്. ഇതിനും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പിസ്സ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് അങ്ങനെ ബ്രെഡിൻ്റെയാണ് തോന്നുകയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ പിസ്സ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ.